നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ഇപ്പോൾ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിൽ ഏറെ വിവാദമായി പ്രചരിക്കുന്ന ഒരു യൂട്യൂബ് ഇൻ്റർവ്യൂ ഉണ്ട്. ഇൻ്റർവ്യൂ എന്ന് പറയുമ്പോൾ ചോദ്യങ്ങളുടെയും മറുപടിയുടെയും അതിര് ലംഘിക്കുന്ന, ഒരു ക്രിമിനൽ കുറ്റം പോലും ലഘൂകരിച്ച് സംസാരിക്കുന്ന ഒരു അതിഥിയും അതിനെ ഏറെ ക്യൂട്ട്നെസ് വാരി വിതറി വളരെ തമാശയോടുകൂടിയും ആകാംക്ഷയോടുകൂടിയും കൂടുതൽ പറയിപ്പിക്കാനായി വെമ്പുന്ന അവതാരകയും. ഇതിനെതിരെയുള്ള വിമർശനം തന്നെയാണ് ശക്തമാകുന്നത്. എന്നാൽ ഈ സാഹചര്യത്തിൽ അവതാരകരെ വിമർശിച്ചുകൊണ്ട് നടിയും അവതാരകയുമായ ജുവൽ മേരിയും രംഗത്ത് വരികയാണ്. വളരെ കൃത്യമായി കണിശമായി കാര്യങ്ങൾ പറഞ്ഞു തീർക്കുന്നു ജുവൽ മേരി. അവതരണം എന്നത് ഒരു ജോലി മാത്രമല്ല, അതൊരു ഉത്തരവാദിത്തമാണ്. അത് ചെയ്യുന്ന സാഹചര്യത്തിൽ നമ്മുടെ വാക്ക്, സഭ്യമായ ഭാഷ, ഇതൊക്കെ തന്നെ ശ്രദ്ധിക്കണം. അത് മറ്റുള്ളവരെ സ്വാധീനിക്കാൻ ഏറെ ശക്തിയുള്ളതാണെന്നുള്ള ഓർമ്മ കൂടി ഉണ്ടായിരിക്കണമെന്നാണ് ജുവൽ മേരി പറയുന്നത്. ചില ചോദ്യങ്ങൾ ചോദിക്കാൻ പാടില്ലാത്തതാണ്, അത് ഒഴിവാക്കുക തന്നെ വേണം. ചിലത് പറഞ്ഞു കഴിഞ്ഞാൽ അത് സമൂഹത്തിനെ കേൾപ്പിക്കാൻ പാടില്ലാത്തതാണ്, അതും ഒഴിവാക്കേണ്ടത് തന്നെയാണ്. ഇനി ചിലത് പറയാനായി ആവശ്യപ്പെടുമ്പോൾ അത് പറ്റില്ല എന്ന് പറയാനുള്ള ധൈര്യമടക്കം അവതാരകർക്കുണ്ടാകണമെന്നാണ് ജുവൽ മേരിയുടെ വാക്കുകളിലൂടെ പറയുന്നത്. ജുവൽ മേരി ഇൻസ്റ്റാഗ്രാമിൽ പങ്കുവച്ച വീഡിയോയിലൂടെയാണ് ഇക്കാര്യം വ്യക്തമാക്കുന്നത്. ആ ഇൻസ്റ്റാഗ്രാം വീഡിയോയിൽ പറഞ്ഞിരിക്കുന്നത് ഇങ്ങനെയാണ്: കുളിമുറിയിൽ ഒളിഞ്ഞു നോക്കാൻ പോയപ്പോൾ കൗതുകമായിരുന്നു, ആകാംക്ഷയായിരുന്നു. ഒരവതാരക ഒരാളോട് ചോദിക്കുന്ന ചോദ്യമാണിത്. ഇത് കേട്ടപ്പോൾ തന്നെ ഞെട്ടിപ്പോയി എന്നാണ് ജുവൽ മേരി പറയുന്നത്. മണ്ടത്തരം പറയുന്നതൊന്നും ക്യൂട്ടല്ലെന്നും ക്യാമറയ്ക്ക് മുന്നിൽ നിന്ന് പറയുന്ന ഓരോ കാര്യങ്ങൾക്കും വിലയുണ്ടെന്നും മറക്കല്ലെന്നുമാണ് ജുവൽ മേരി പറയുന്നത്. ഈ ആങ്കറിംഗ് എന്ന തൊഴിൽ ചെയ്യുന്നവരോടാണ് ഇതൊക്കെ പറയാനുള്ളത്. നിങ്ങളൊരു വാർത്താ അവതാരക ആയിക്കോട്ടെ, ഒരു ചാനൽ ഇൻ്റർവ്യൂവർ ആയിക്കോട്ടെ, ഒരു MC ആയിക്കോട്ടെ, ഒരു ജോലി ചെയ്യുമ്പോൾ നമ്മുടെ വാക്കും ഭാഷയും ടോണും നമ്മുടെ ചോദ്യങ്ങളും ഉദ്ദേശവും അത് കേട്ടുകൊണ്ടിരിക്കുന്ന മനുഷ്യരെ സ്വാധീനിക്കാൻ കെൽപ്പുള്ളതാണെന്നുള്ള ബോധം അത് നമുക്ക് തന്നെ വേണം. നമ്മളൊരു ജോലി ചെയ്യുമ്പോൾ തന്നിരിക്കുന്ന ചോദ്യം എന്താണെന്ന് ആദ്യം വായിച്ചു നോക്കണം. അത് ചോദിക്കാൻ എൻ്റെ മനസാക്ഷിക്ക് നിരക്കാത്തതാണെന്ന് തോന്നിയാൽ അത് ഞാൻ ചോദിക്കില്ല എന്ന് പറയാനുള്ള ആർജവം ഉണ്ടാവണം. സത്യം പറഞ്ഞാൽ എനിക്ക് ഇത് കണ്ടപ്പോൾ തന്നെ ദേഷ്യം വന്നു എന്നാണ് ജുവൽ മേരി പറയുന്നത്. എന്ത് മനുഷ്യരാണ് നിങ്ങളൊക്കെ? ഇതൊക്കെ മോശമല്ലേ? ഒരാളുടെ ചോദ്യം, ആദ്യമായിട്ടൊരു കുഞ്ഞ് ജനിച്ചപ്പോൾ അത് നിങ്ങളുടെ ജീവിതത്തിലെ എല്ലാ സന്തോഷങ്ങളും നശിപ്പിച്ചില്ലേ? അത് ഭയങ്കര സന്തോഷത്തിലാണ് ചോദിക്കുന്നത്. ആ ചോദ്യം ചോദിക്കുന്നത് കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായത് ആ ചോദ്യം അവർ ഇതുവരെ വായിച്ച് നോക്കിയിട്ടില്ല എന്നുള്ളത് കൊണ്ടാണ്. അതുകൊണ്ട് തന്നെയാണ് അവർ അത് ചോദിച്ച് തുടങ്ങിയിട്ട് എനിക്കത് അറിയില്ല എന്ന് തന്നെ പിന്നീട് പറഞ്ഞത്. അത് വായിച്ച് മനസ്സിലാക്കേണ്ടത് ഒരു ആങ്കർ എന്ന നിലയിൽ നിങ്ങളുടെ കടമയാണ്. അത് നിങ്ങളുടെ മാത്രം ഉത്തരവാദിത്തമാണ്. കാരണം ആ ക്യാമറയ്ക്ക് മുന്നിൽ ഇരിക്കുന്നത് നിങ്ങൾ മാത്രമാണ്. നിങ്ങൾ എന്താണ് ചോദിക്കാൻ പോകുന്നതെന്ന വ്യക്തമായ ബോധം അത് മറ്റാർക്കുമല്ല, ആദ്യമുണ്ടാകേണ്ടത് നിങ്ങൾക്കാണ്. ഇനി വേറൊരു മഹത്തായ ചോദ്യം, കുളിമുറിയിൽ ഒളിഞ്ഞു നോക്കാൻ പോയപ്പോൾ കൗതുകമായിരുന്നു, അതോ ആകാംക്ഷയായിരുന്നു? എന്താണിതൊക്കെ? അവനോ വെളിവില്ലാതെ ചെയ്ത കുറ്റകൃത്യമൊക്കെ വിളിച്ചു പറയുന്നു. അതിനെ എങ്ങനെയാണ് ഇത്ര നിസ്സാരവൽക്കരിച്ച് ചോദ്യം ചോദിച്ച് ആങ്കർ അതിനെ ക്യൂട്ട്നെസ് വാരി വിതറുന്നത്? ആങ്കർ എന്നാൽ ശമ്പളം വാങ്ങുന്ന ഒരു തൊഴിലാളി മാത്രമല്ല, നിങ്ങളൊരു വ്യക്തിയാണ്, നിങ്ങൾക്കൊരു വ്യക്തിത്വമുണ്ട്, മനസാക്ഷിയുണ്ട്. നിങ്ങൾ കുറച്ചുകൂടി വിവേകത്തോടെ പെരുമാറണമെന്നാണ് ഈ കൂട്ടരോട് പറയാനുള്ളത്. നിങ്ങളെ കാണുന്ന മനുഷ്യർ നിങ്ങളാൽ സ്വാധീനിക്കപ്പെടുന്നുണ്ട്. നിങ്ങളുടെ ചോദ്യങ്ങളുടെ നിലവാരമില്ലായ്മ, അതിലുള്ള ദ്വയാർത്ഥങ്ങൾ, അതിലുള്ള വൃത്തികേടുകൾ കുട്ടികളെയും മുതിർന്നവരെയും ഒരുപോലെ സ്വാധീനിക്കും. ഭാഷ നന്നായി കൈകാര്യം ചെയ്യാൻ അറിയുന്ന, മനുഷ്യരോട് ഇടപഴകാൻ അറിയുന്ന, മനുഷ്യത്വമുള്ള, വിവേകമുള്ള, നന്നായി വായിക്കുന്ന, കാര്യങ്ങൾ വിശകലനം ചെയ്യാൻ ബുദ്ധിയുള്ള ഒരു ആങ്കർ ആണെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടേതായ നിലപാടുണ്ടാകും. ഒരു ചോദ്യം എഴുതി തരുമ്പോൾ ഞാനത് ചോദിക്കില്ല, അത് ശരിയല്ല എന്ന് പറയാനുള്ള ഒരു ധൈര്യം കാണിക്കണം. ഞാനൊക്കെ ഒരുപാട് വലിയ TV ഷോകളും സ്റ്റേജ് ഷോകളും ഒക്കെ ചെയ്തിട്ടുണ്ട്. എത്രയോ പ്രാവശ്യം എനിക്ക് ചോദിക്കാൻ പാടില്ലാത്ത ചോദ്യങ്ങൾ എൻ്റെ അടുത്ത് വന്നു. ഞാൻ പറയും, ചേട്ടാ ഞാനത് ചോദിക്കില്ല കേട്ടോ, അതിന് പകരം ഞാനിത് ചോദിക്കാം. ഇങ്ങനെ പറഞ്ഞ് അവർക്ക് മുന്നിൽ ഓപ്ഷൻസ് കൊടുക്കും. നമുക്കിങ്ങനെ ഒരു പരിപാടി പിടിക്കാമെന്ന് പറയും. അവിടെയാണ് നിങ്ങളൊരു ക്രിയേറ്റീവായ വ്യക്തിയാവുന്നത്. അല്ലാതെ ഇങ്ങനെ ചെളിയിലും ചാണകത്തിലും കൈയിട്ടിളക്കല്ലേ, ഭയങ്കര മോശമായി വരികയാണ്. ആ ജോലിയുടെ സ്റ്റാൻഡേർഡിനെ ഒന്ന് കാത്തു സൂക്ഷിക്കണം. നിങ്ങൾക്കൊക്കെ അത് സാധിക്കും. ഇത് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് വിവേകമുദിക്കുമെന്നെങ്കിലും കരുതുന്നു. മണ്ടത്തരം പറയുന്നത് ക്യൂട്ടല്ല, ഗൗരവമുള്ള കാര്യങ്ങളെ നിസാരവൽക്കരിക്കുന്നത് ഫണ്ണുമല്ല. തലയ്ക്ക് വെളിവുള്ള മനുഷ്യർക്ക് ഇതിലൊരു ആകാംക്ഷയുമില്ല. അവതാരകരോടാണ് നിങ്ങളൊരു ക്യാമറയ്ക്ക് മുന്നിൽ നിന്ന് പറയുന്ന ഓരോ വാക്കിനും വലിയ വിലയുണ്ട്. അത് കേട്ട് മുറിപ്പെടുന്ന മനുഷ്യരുണ്ട്. ആദ്യത്തെ കുഞ്ഞ് മരിച്ചുപോയ കഥയൊക്കെ ഒരു സിനിമ കണ്ട ലാഘവത്തോടെ പറയുമ്പോൾ ഇതേ കഥ ജീവിതത്തിൽ അനുഭവിച്ച എത്ര സ്ത്രീകളാണ് വീണ്ടും വേദനിക്കുന്നത്. ഒളിഞ്ഞുനോട്ടത്തിലെ ആകാംക്ഷ ഇങ്ങനെ ക്യൂട്ട്നെസ് വാരി എറിഞ്ഞ് പ്രൊമോട്ട് ചെയ്യുമ്പോൾ എത്ര പൊട്ടൻഷ്യൽ ക്രിമിനൽസിനാണ് നിങ്ങൾ വളം വയ്ക്കുന്നത്? ഇനിയും വൈകിട്ടില്ല. നല്ല വ്യക്തിത്വമുള്ളവരാവുക, നല്ല മനുഷ്യരാവുക. ആദ്യം ഇച്ചിരി ഏറെ പറഞ്ഞിട്ടുണ്ട്, എൻ്റെ വാക്കുകൾ അല്പം മൂർച്ചയുണ്ട്. ഇനി ഇതിനെ മയപ്പെടുത്തി പറയാൻ കഴിയില്ല എന്ന് പറഞ്ഞ് അവസാനിപ്പിക്കുകയാണ് ജുവൽ മേരി. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.